ഹായ്. അപ്പോഴേ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നോമ്പൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട്. ഇനി മാക്സിമം അത്രേ ദിവസമുള്ളൂ. അപ്പം നോമ്പിനോടനുബന്ധിച്ച് നമുക്ക് ബറാത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. ആ ബറാത്തിന് നമ്മൾ ഒന്നെങ്കിൽ പായസം വെക്കും, അതായത് കുത്തി ഗോതമ്പിൻ്റെ, അല്ലെങ്കിൽ കായ്ക്കറി. ഇത് രണ്ടിലേതേലും ഒന്നുണ്ടാക്കും. അപ്പം എനിക്ക് കായ്ക്കറി നമുക്കിവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പം കുത്തി ഗോതമ്പ് ഉപയോഗിച്ച് നമുക്ക് പായസം വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, കാരണം ഇവിടെ എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല. അപ്പം എന്തായാലും നമ്മളൊരു മധുരം കഴിക്കണമല്ലോ. അപ്പം നമുക്ക് കുത്തി ഗോതമ്പിൻ്റെ പായസം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളൊക്കെ ബറാത്തൊക്കെ ആയതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കിയില്ലേലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണേ. അപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് എടുത്ത കേട്ടോ. കുത്തി ഗോതമ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കിയിട്ട് വെച്ചതാട്ടോ ഇത്. അപ്പോൾ ഞാൻ കുത്തി ഗോതമ്പ് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ അകത്തിട്ട് ഒരു 4 വിസിൽ അടിച്ചെടുക്കണം. അതായത് തേങ്ങാപ്പാലിൽ, രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു കപ്പിന് ഒരു 4-4.5 കപ്പ് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുക്കട്ടെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗോതമ്പ്. കുതിർത്ത് വെച്ചത് കൊണ്ടുള്ള ഇതാട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ 2ാം പാൽ ഇവിടെ എടുത്ത് വെച്ചതാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് ഒന്ന് വെന്ത് വരണമല്ലോ. ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതാ കുക്കറിൻ്റെ മൂടി അടച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതവിടെ ഇരുന്ന് വേവട്ടെ. കുത്തി ഗോതമ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടലപ്പരിപ്പും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ ഇതേപോലെ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതായത് പരിപ്പ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വെന്തടിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിസിലൊന്ന് അടിച്ചിട്ട് നോക്കുക എങ്ങനെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇത് നമ്മുടെ കുത്തി ഗോതമ്പിൻ്റെ ആ പായസത്തിൻ്റെ അകത്ത് നമുക്ക് കടിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോഴാണ് ആ പായസത്തിന് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഗോതമ്പ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി പരിപ്പ് ആ ലെവലിലാണ് എടുക്കണ്ട കേട്ടോ. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പാണെങ്കിൽ 1/2 കപ്പ് പരിപ്പ് ആ തോതിൽ എടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഇതും ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കറിലിട്ട് ഇത്തിരി ഉപ്പും ഇട്ട്, പിന്നെ വെള്ളമാണ് സാധാരണ ഒഴിക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് വേവിപ്പിക്കാം കേട്ടോ. നിങ്ങൾ തേങ്ങാപ്പാലില്ല ടെൻഷനൊന്നും ആണ്ട. നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആ വെള്ളം നല്ല വെള്ളമായിരിക്കണം എന്ന് മാത്രം. കാരണം നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളം മറിച്ച് കളയല്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതിയേ. ഇപ്പോൾ ഇതാ ഇത്രയും പാല് ബാക്കിയുണ്ട്. നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, കിടക്കട്ടെ ലേച്ചു. അപ്പം ഇതൊന്ന് അടച്ചോ. റബ്ബർ പുതിയതായതുകൊണ്ട് ചെറിയൊരു കളിയുണ്ട്. അപ്പം ഈ കുക്കറിൽ കുത്തി ഗോതമ്പ് വേകുന്നു. ഈ കുക്കറിൽ ചെറിയ അടുപ്പയിൽ, പിന്നെ ചെറിയ കുക്കറിൻ്റെ അകത്ത് പരിപ്പും കൂടി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ പൊടിച്ചു വെക്കണം. ഏലക്കപ്പൊടി പൊടിച്ചു വെക്കാനല്ല, ഏലക്ക പൊടിച്ചു വെക്കണം. എന്താ വെച്ചോ നിനക്ക് പറയുന്നല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു. അതെന്താന്നറിയില്ല. എന്താ അച്ചോ? നല്ലല്ല ചെയ്യാത്താണ് പറയുന്നത്. അപ്പൊ ഇത് ഏലക്ക എനിക്ക് അച്ചു പൊടിച്ചു തരും കേട്ടോ. അപ്പൊ അച്ചു പൊടിച്ച് തന്നിട്ട് കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ ഗോതമ്പൊക്കെ എന്തായി നോക്കാലോ, വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കുക്കർ എന്നോട് തന്നെ കളിക്കുന്നവല്ല കേട്ടോ. എന്താ തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ പൊങ്ങി വന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, കൈ കൊല്ലും.
ഊ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. അതുപോലെ പരിപ്പും നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥ. പരിപ്പും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടിക്കാൻ പാകത്തിന് വേണം എന്നുള്ളത്, അതുകൊണ്ട് ആ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു കുറച്ചും കൂടി നമ്മൾ വേവിക്കും ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പരിപ്പും കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കണം. ഇനിയാണ് മധുരം ഇടണം, പഞ്ചസാര. അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ആവശ്യത്തിനുള്ള മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ടേ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടുവിൻ. പഞ്ചസാര ഇടുന്ന ആലോചിക്കുമ്പോ പേടി വരുന്നുണ്ട്. ഷുഗറാണ്. അടി തീർത്ത് ഇളക്കരുത്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മധുരം ഒന്ന് ഇതായി വരുമ്പോഴത്തേന് ഇതൊന്നും കൂടി ലൂസാവും കേട്ടോ. അണ്ടിയും മുന്തിരി അങ്ങനെ ഇടൂല? വേണ്ട, അണ്ടി മുന്തിരിങ്ങയൊന്നും ഇടണമെന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇതിൻ്റെ അകത്ത് ചേർക്കണ്ട. അത് മാത്രമല്ല നട്ട്സും മുന്തിരിയും ഒന്നും എനിക്ക് കഴിക്കാനും പറ്റൂല. അതുകൊണ്ടല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇടിയല്ല. അത് ഞാൻ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് ഇവർക്ക് കഴിക്കണ്ടേ, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞേ. പിന്നെ പൊതുവെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇടാറില്ല, അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇവിടുന്ന് ആവട്ടെ. കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ബിസ്മില്ലാ പറയുന്നത്. ബറാത്തിന്റെ പായസം, കുത്തിഗോതമ്പിന്റെ പായസം ഇതുപോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ച ആദ്യത്തെ പാല്, ഒന്നാം പാല് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന 2 കപ്പാണ് കേട്ടോ. അതായത് ഏകദേശം 4.5 കപ്പ് ഇത് വേവിക്കാനുള്ള ആദ്യം എടുത്ത്, അതായത് മാറ്റി വെച്ചത് ഏത് രണ്ടാം പാല്. ഒന്നാം പാല് അതെല്ലാം കഴിഞ്ഞിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത് കേട്ടോ. അത് 2 കപ്പാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ, പിരിഞ്ഞു പോകും. അതാണ് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാലത്തെ കുഴപ്പം. ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓഫാക്കണം കേട്ടോ തീയെ, അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ച് വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതെന്നെ വെച്ചു, ഏലക്ക പൊടിച്ചു വെച്ചത്. ഏലക്ക ആരാ പൊടിച്ചു തന്നെ നമുക്ക്? ഞാന്. അങ്ങനെ നമുക്ക് ഫൈനൽ സ്റ്റേജ്. ഏലക്ക പൊടിക്കുന്നതിൽ ഞാനാ ബെസ്റ്റ്. നന്നായിട്ട് പൊടിച്ചു തന്നു കേട്ടോ, താങ്ക്സ്. എല്ലാരും ഇങ്ങനെയൊക്കെ പഠിക്കണ്ടേ. നമ്മളോടൊക്കെ എന്തിനാ താങ്ക്സ് പറയണം? പറഞ്ഞല്ല, അതൊരു ഭംഗി വാക്ക് പറഞ്ഞല്ലേ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക. ഇനി കൈ കണ്ടോ, ഞാൻ ഇളക്കുമ്പോ മേടിച്ച്. അതെന്നാന്നറിയാവോ, നല്ല തിള വന്നു പോയി കഴിഞ്ഞാൽ പായസത്തിന്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് മാറിപ്പോവും. അതാ എനിക്ക് പേടിയാ, കാരണം ഉപ്പാക്കും എല്ലാം കൊടുക്കണ്ടേ അല്ലേ. കായ്ക്കറി ഇവിടെ എന്താ ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നേന്ത്രപ്പഴം, പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ അകത്ത് പിന്നെ അതായത് ബിരിയാണി അരിയൊക്കെ അരച്ച് ചേർത്തിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത്.
അത് ഇഷ്ടമുള്ളവർക്ക് അത് ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ആകെ നമുക്ക് ഇഷ്ടമുള്ള ഒരു 2 പായസേ ഉള്ളൂ. ഒന്ന് സേമിയ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാ, എനിക്കും ഇഷ്ടമാ, അങ്ങനെ ഇന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രഥമൻ. അത് എനിക്ക് കഴിഞ്ഞാല് സേമിയയും പാലടയും നമ്മുടെ ചെറുപയർ പായസം ഇല്ലേ, ചെറുപയർ പരിപ്പിന്റെ ഒരു പായസമുണ്ട്, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സേമിയവും പാലടയും മാത്രമാണ് ഗൈസ് ഇഷ്ടം. എല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാം കഴിക്കണം, കഴിക്കലെന്നല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഇതും ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതെ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ലേ നമ്മൾ ഇങ്ങനത്തെ പായസങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. അതും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എല്ലാ പിള്ളേരും ഇതൊന്നും കഴിക്കുകയൊന്നുമില്ലെന്നേ, അതുകൊണ്ട് ഉമ്മമാർക്കൊക്കെ മടിയുണ്ടാവും ആക്കി കൊടുക്കാനൊക്കെ. പിന്നെ ആദ്യം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പുതിയ വ്യാപ്പിളമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തായാലും ഇതുണ്ടാക്കണം. അപ്പൊ ഇവിടെ തൽക്കാലം വ്യാപ്പിളമാരൊന്നും ഇല്ല, ഇവിടെ ഉള്ള വ്യാപ്പിള കുറച്ച് വയസ്സായി ലേച്ചോ, മൂപ്പറ് കണ്ട. എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. അതെ അതെ, വേണ്ട ചെറിയ ബൗൾസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എത്രയേ പാടുള്ളൂ. ഇനി നമുക്കിത് തീ ഓഫ് ആക്കി കൊടുക്കാം. ഉണ്ടോ, അത്ര മതി കേട്ടോ. ഒരു ബൗളിൽ സെർവ് ചെയ്ത് പൊന്ന് ടേസ്റ്റ് നോക്കും. ഇല്ല, അത് നല്ല ചൂടുണ്ട്. ചൂടുള്ളത് കൊണ്ട് വേറെ ഒരു പ്രശ്നം കൂടി എനിക്കുണ്ട്. പല്ല് ചൂട് തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. പല്ല് ഞാൻ കാണിച്ചിട്ട് വന്നതേ ഉള്ളൂ ഇന്നലെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ചൂടും കൂടി എടുത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കെണിഞ്ഞു പോകും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, മോക്ക് തരാം, മോള് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തേക്ക്. കുഞ്ഞിക്കോപ്പ മതിയോ അതോ വേറെ? ഇതിപ്പോ ടേസ്റ്റ് ചെയ്യാനല്ലേ, അപ്പൊ ഇതിന്റെ അകത്ത് തരാവേ. ഉമ്മന്റെ മെയിൻ പ്രശ്നം അതാണ്, പല്ലിന് തട്ടിപ്പോയിട്ടുണ്ട്, ഉമ്മ പെടുന്നു പെടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അച്ഛന് കൊടുക്കാം കേട്ടോ. മോളാണ് ഇന്നത്തെ ഇത്. അവള് പറഞ്ഞത് കണ്ടോ, പരിപ്പൊക്കെ നല്ല കറക്റ്റ് ഒരു കടിക്കേണ്ട പരുവത്തിന് തന്നെ വെന്തിരിക്കുന്ന കേട്ടോ. ചൂടാറിയിട്ട് ഞാൻ കുടിക്കും. സ്പൂൺ എടുത്തിട്ടോ, ഞാൻ എടുത്തിട്ട് വരാം. ബാക്കി പറയട്ടോ. നല്ല ചൂട് പോകുന്നുണ്ട്. ബാക്കി പറഞ്ഞോളൂ. അതായത് കുത്തിഗോതമ്പിന്റെ പായസം ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, നമുക്ക് മനസ്സ് വെച്ചാൽ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. സാധനം ഇല്ല, സാധനം പോയിട്ട് മേടിക്കണം, അതൊന്ന് കുതിർത്ത് ഇടണം, അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അപ്പ അട ഇത് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, അത് നമ്മുടെ ഒരു പിന്നെ സ്റ്റൈലാ കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് കിസ്മിസോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഒക്കെ നെയ്ക്കകത്ത് വറുത്തിടാം കേട്ടോ. ഞാൻ അത് ചെയ്തില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട, ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ എല്ലാവരും ബറാത്തിന്റെ പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കുക. വരുന്ന നോമ്പ് ഭംഗിയായിട്ട് പിന്നെ എന്താ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോമ്പൊക്കെ എടുക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? അത്രയല്ലേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ മേലെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി പറയാണേ, പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എന്നെ കാണിക്കണ്ട. കാണിക്കണം, കാണിച്ചു കഴിഞ്ഞാലല്ലേ അറിയാവുള്ളൂ. കാണിക്കട്ടെ. അല്ല, എങ്ങനെയുണ്ട് അഭിപ്രായം പറ. സംഭവം സൂപ്പർ. ചൂട് കുറച്ച് തണുക്കണം, പക്ഷെ ഞാൻ ഊതി കഴിഞ്ഞതിന് ശേഷം ചൂട് പോയി കഴിച്ചു. മധുരം നല്ല കൃത്യമായിട്ടുണ്ട്, ഉപ്പ് നല്ല കൃത്യമായിട്ടുണ്ട്. മറ്റേ കടലപ്പരിപ്പ് ആ കടിക്കാൻ പാകത്തിന് കുറച്ച് വെന്തിട്ടുമുണ്ട്, കുറച്ച് കടിക്കാനും പറ്റുന്നുണ്ട്. അടപ്രഥമൻ കുത്തിഗോതമ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. മൊത്തത്തിൽ പറഞ്ഞ പിന്നെ ഏലക്കന്റെ ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ ഇഷ്ടമായി. അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ അവര് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കട്ടെ, അല്ലേ? തെറ്റുകുറ്റാൻ ഉണ്ടാവാതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അതെ, അപ്പൊ ഇനി നമ്മളെ അടുത്ത പണിയിലേക്ക് പോട്ടെ. അപ്പൊ നിങ്ങളെല്ലാരും കുത്തിഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ, നമുക്ക് ഈ കുത്തിഗോതമ്പിന്റെ പായസം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ബറാത്തിന്റെ അന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഈ പായസം നമുക്ക് ഇവിടെ ഒരു ഹോട്ടലില്
സ്ഥിരമായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കാർത്തിക ഹോട്ടലില് ഈ ഉച്ചയൂണിന്റെ കൂടെ ഈ കുത്തിഗോതമ്പിന്റെ പായസം അവരുടെ അടുത്ത് ഉണ്ടാകും കേട്ടോ. അവര് വെല്ലം ഇട്ടിട്ടേ ആക്കുന്നുള്ളെന്ന് മാത്രം. വെല്ലം കൊണ്ടാണ് അവര് ചെയ്യുക. അതും എനിക്കിഷ്ടാട്ടോ, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവരുടെ നമ്മുടെ ഉച്ചയൂണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം എന്ന് പറഞ്ഞ രീതിയിൽ അവർ തരുന്നത്. ഇത് നമ്മുടെ ബറാത്തിന്റെ പായസം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തേങ്ങാപ്പാൽ. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അച്ചു, ബൈ ബൈ. ബൈ ബൈ, സി യു. ഓക്കെ.